സസ്പെൻസ്. എന്തോ ഇത്ര നേരം എവിടെയായിരുന്നു? ഞാൻ പോണ്ട ആവശ്യമായിട്ടൊന്ന് നിന്റെ കാണേണ്ട കാര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ മാസാവസാനം മേടിച്ച എത്രയായിരുന്നു? 1500. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 500 കൂടെ വാങ്ങിച്ചായിരുന്നു. അടങ്ങടോ പെണ്ണുമ്പിള്ളെ തരുമില്ലയോ? 1500. മെനഞ്ഞാന്ന് മേടിച്ച 500. അപ്പൊ ഇതുവരെയുള്ള പറ്റെല്ലാം തീർന്നു. ഇനി ഒരു 40 രൂപ ഇങ്ങോട്ട് വരും. അത് വെട്ടിപ്പോയി. 40 രൂപ അല്ല, സാധനം മേടിക്കാൻ ചെന്നപ്പോഴത്തേനെ കൈ എന്റെ പിന്നെ അങ്ങനെ എന്തോരം പൈസ എനിക്ക് തരാനുണ്ട്. അത് വെട്ടിപ്പോയി. ഇനി ഒരു 500 രൂപ. എന്തിന്? രാത്രി അവിടെ ചെന്നിറങ്ങിയ വണ്ടി ഇല്ലെന്നുണ്ടെങ്കിൽ ഓട്ടോ വിളിച്ച് പോകണ്ടേ? അത് ഓട്ടോ വിളിച്ച് പോകണം. അത് എവിടെന്നെങ്കിലും ഒപ്പിക്കണം. അത് എവിടെ നിന്ന്? അല്ല, ഗൂഗിളിനകത്ത് ചിലപ്പം വിളിക്കുന്നതൊക്കെ അത് സ്നാട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ പാടാം. അത് 500 എടോ താഴെ മുൻപറ്റ് തീർത്തില്ലേ? സാധാരണ നമ്മൾ ബാങ്കിൽ ലോൺ എടുത്ത എങ്ങനെ പഴയ ലോൺ ക്ലോസ് ചെയ്യുമ്പോൾ മാനേജർ ആദ്യം ചോദിക്കുന്നത് ഇനി എത്ര വേണ്ടേ? അതൊരു ചോദിക്കാൻ 500 താ. ഫോണിനകത്ത് പൈസ കിടപ്പുണ്ട്. എങ്ങാനും വിളിക്കുന്ന വണ്ടിക്ക് ഓട്ടോക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ കൊടുക്കണ്ടേ? എനിക്ക് ഫോണിൽ നിന്ന് കിട്ടുക. അത് അവനാണ്ട് തങ്കഞ്ചേട്ടത്തി വിളിച്ചോണ്ടിരിക്കുക. ഇത്ര താഴ്ത്തിരിക്കും തങ്കഞ്ചേട്ടത്തി, ഇത്ര ഇത് കാണിക്കുന്നത്. പിന്നെ തങ്കഞ്ചേട്ടത്തി പിന്നെ പറ, എന്തൊക്കെയാണ് അവിടെ ഏൽപ്പിച്ചേക്കുന്നത്? പിന്നെ റോസ് ചേച്ചി എടുത്ത് അവിടെ റോസ് ചേച്ചി ചുരിദാർ തയ്ക്കുന്ന സ്ഥലത്ത് എന്റെ 2 ചുരിദാർ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്. ആ 2 ചുരിദാർ വാങ്ങിക്കണം. എന്നിട്ട് എന്റെ അളവ് ഒരു ചുരിദാർ കൊടുത്തിട്ടുണ്ട്. അത് മറക്കാതെ അതും വാങ്ങിക്കണം. അപ്പൊ ഈ 2 ചുരിദാർ തയ്ക്കാനും ഒരു ചുരിദാർ അളവും ഈ സാധനം അതേപോലെ റോസ്മേരിയെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആനി ചേച്ചി എടുത്ത് പിന്നെ മുളകിന്റെ 2 അരി പറഞ്ഞിട്ടുണ്ട്, കാന്താരിയുടെ. പിന്നെ 2-3 റോസാച്ചെടി. റോസാച്ചെടിയാ? അതിന്റെ കമ്പ്. പിന്നെ അവിടെ കാടുമടലും വെട്ടിക്കൊണ്ട് വരാം. പിന്നെ വലിയ കാട്ട് കുപ്പി നിങ്ങൾക്ക് ഇവിടെ തിരികെ കൊണ്ടുവരാൻ അതിന് കുഴപ്പമില്ലേ? പള്ളക്ക് വെച്ചോട്ട് വരുമ്പോ അതിനൊരു ആനന്ദമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. ഈ റോസാച്ചെടി വെക്കണത് കുഴപ്പമില്ല. കിറ്റിലിട്ട് തരും, അല്ലെങ്കിൽ ഒരു പേപ്പറിൽ പൊതിഞ്ഞു കൊണ്ടുവന്നാൽ മതി. പിന്നെ അതേപോലെ എൽസച്ചാന മോടെ കല്യാണത്തിന് തലേന്നേ വരണം. അത് പറഞ്ഞിട്ടുണ്ട്. ഏട്ടനോട് പറഞ്ഞിട്ടുണ്ട്. ഏട്ടനടുത്ത് പറയണം. ഇനി മച്ചമ്പ അഥവാ വന്നില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു. കാര്യം ഇപ്പൊ കൊടകാലം മൊത്തത്തിൽ ഒരു സംസാരമുണ്ട്. ഞാനിവിടെ വന്ന് നിൽക്കുന്നു, നിങ്ങൾ ആരും അവിടുത്തെ ഒരു പള്ളിപ്പെരുന്നാളിന് പോലും നിങ്ങൾ വന്നു കൊടി ഇറങ്ങിയപ്പോൾ നിങ്ങൾ തിരിച്ചു. ഒരാൾ സമയം കണ്ടെത്തണം. ബന്ധുമിത്രാദികൾ എല്ലാവരും വേണം. അവരുടെ വീട്ടിൽ നിന്ന് എല്ലാവരും വരും. എനിക്കെന്ന് പറയാൻ ബന്ധുക്കൾ മാത്രമേ ആരും ഉള്ളൂ അവിടെ കാണിക്കാനില്ലാത്തത്. പിന്നെ ചേച്ചി വന്നില്ലേ അവിടെ? അവനിപ്പോ ഫോണെടുത്ത് വിളിച്ചപ്പോൾ എന്തോ മറ്റേ കളിക്കുന്ന നെറ്റ് ടർഫ്, അതിന്റെ ഉദ്ഘാടനം എന്തോ മീറ്റിംഗോ പരിപാടിയായിട്ടൊക്കെ നിൽക്കുക. ടർഫ് ഇങ്ങോട്ട് ഉദ്ഘാടനം കഴിയട്ടെ മോളെ. ജെന്റിൽമാനായ റൊണാൾഡോ നിങ്ങൾ കാണും. ഫുട്ബോള്, കാവടി, എല്ലാ പരിപാടിക്കും ചേരും. എന്റെ പൊന്നോ, 2 മിനിറ്റ് നടക്കാൻ പറഞ്ഞാൽ നടക്കത്തില്ല. ആളാണ് ഇനി ടർഫിൽ നടക്കും. ടർഫിൽ റൗണ്ട് അടിക്കും. അതിന് പൈസ കൊടുക്കണ്ട, കളിക്കുന്നതിന് മാത്രം പൈസ കൊടുത്താൽ മതി. എങ്ങനെയും അവിടുത്തെ സ്റ്റാഫായിട്ട് കയറാൻ നോക്കാം. പോയിട്ട് എന്ന് വരും? പോയിട്ട് മറ്റന്നാ വരും. പെട്ടെന്ന് വാ, അല്ലെ വീട് ഉറങ്ങിയ പോലെ ഇപ്പൊ. എന്നെ താഴത്തെ സാറ് വന്ന് തിരക്കുവാന്നുണ്ടെങ്കിൽ ആ വണ്ടിയുടെ ഏർപ്പാട് നടക്കും. വന്ന് എന്തെങ്കിലും ചോദിച്ചിട്ടോ റൊണാൾഡോ വല്ലതും പറഞ്ഞെന്ന് വെച്ചാൽ ഒന്നും പറഞ്ഞിട്ടില്ല. 2 ദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. ഞാൻ ഒന്നും പറയണ്ട. എന്ത് ചെയ്യുന്ന വെച്ചാൽ അറിയത്തില്ലെന്ന് പറഞ്ഞു. കൊണകാളെ പോയെന്നും പറഞ്ഞിട്ട് ഒന്നും പറയണ്ട. അപ്പൊ എന്താ ഉടായിപ്പാണ്? ഒരു ഉടായ്പില്ല. അങ്ങനെ പെണ്ണുമുള്ള ജോലി പൈസ വാങ്ങിച്ചു. സത്യമായിട്ട് പൈസ ഏർപ്പാടല്ല. അങ്ങനെ പെണ്ണുമുള്ള ജോലി സ്കൂളിലെ പ്യൂണിന്റെ വണ്ടിയാ ശരിയാക്കി കൊടുക്കും. അപ്പൊ ഞാൻ അങ്ങനെ എടുത്ത് പറഞ്ഞു, ഞാനതുപോലെ പണി എനിക്ക് ഇതുകൊണ്ട് ജീവിക്കുന്നത്. എന്നിട്ട് അയാൾ എടുത്ത് പറഞ്ഞു എന്തെങ്കിലും കൊടുത്താൽ മതി. ഞാൻ കൊണ്ട് 150 രൂപ പോക്കറ്റ് വെച്ച് തന്നിട്ട് പോയി 500 രൂപ പണി പണിയാ. ഇനി ആ പരിപാടിയില്ല കേട്ടോ. അപ്പൊ ശരി, റോസാപ്പൂ ചുരിദാർ. ഓക്കെ. റോസ ചെടി 2-3 ടൈപ്പ് ഉണ്ട് കേട്ടോ. എങ്ങാനും പൈസക്ക് ഷോർട്ടേജ് വരുമോ? ഇല്ല, വിളിക്കണ്ട. സ്വിച്ച് ഓഫ് ആയിരിക്കും എന്റെ ഫോൺ. നമ്മുടേതായ ഒരു പിടി മണ്ണുള്ളത് എപ്പോഴും നല്ല അല്ലേ? പിന്നെ നമുക്കാണ് ഇവിടെ എന്തോരം കാര്യങ്ങളുണ്ട്. പറമ്പിൽ പോകാം, അപ്പുറത്ത് സുൽച്ചേച്ചിയുടെ വീട്ടിൽ പോകാം. ദേ വരുന്നു. ഇതുപാടെ രാത്രിയും പകലൊന്നുമില്ല പണി തന്നെ. എന്റെ അമ്മയെ വയ്യാതായടാ. ഇതിന്റെ വല്ല പാടും ഉണ്ടാകുന്നത്. അതിന്റെ ഉദ്ഘാടനം ഇച്ചിരി വെള്ളം എടുത്തന്നേടി. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താല. അതിന്റെ പുറകെ നടക്കുവായിരുന്നു. ഞാൻ മാത്രമല്ല കേട്ടോ, എല്ലാവരും ഉണ്ട്. പിള്ളേരൊക്കെ ഉണ്ട്. എല്ലാവർക്കും ഭയങ്കര സന്തോഷാ. MLA വരുന്നുണ്ട് ഉദ്ഘാടനത്തിന്. മിക്കവാറും മന്ത്രി ഉണ്ടാവും. കൊണ്ടുവരാൻ വേണ്ടിട്ട് ശശിയണ്ണ മാക്സിമം നോക്കുന്നുണ്ട്. ഇന്നിപ്പോ മന്ത്രി ഇവിടെ ഉദ്ഘാടനത്തിന്റെ അന്നേ വേണ്ട കാര്യപരിപാടികളിലൊക്കെ ഒരു മീറ്റിംഗ് ആയിരുന്നു.
അപ്പം മീറ്റിങ്ങിൽ ഗംഭീര പരിപാടികളൊക്കെയാ പറയുന്നത്. അപ്പം ഒരു മെമ്പർക്കേ സലിം മെമ്പർക്ക് സീരിയൽ നടിമാരെ കൊണ്ടുവരണം. ടർഫിൽ എന്തിനുണ്ട്? അല്ല, ആൾക്കാരെ കൂടും, ഉദ്ഘാടനത്തിന്. ആളുകൾ കൂടും. അപ്പൊ സീരിയൽ നടീനെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അപ്പൊ വെറുതെ ഒരു സീരിയൽ നടീനെ കൊണ്ടുവരുന്ന എന്തിനാ? അങ്ങനെയാണെങ്കിൽ അവരെ കൊണ്ട് എന്തെങ്കിലും പരിപാടി നടത്തിക്കാൻ പാടില്ലെന്ന് വേറൊരു കൂട്ടര്. അപ്പൊ അത് നോക്കുമ്പോ ശരിയാണ്. പൈസ കൊടുക്കണം. അപ്പൊ അങ്ങനെ ഏതാണ്ടൊരു നടിയുടെ സീരിയലിലുള്ള ഏതൊരു പെങ്കൊച്ചിന്റെ ഡാൻസ് വെക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാനോർത്ത് എന്തിനിപ്പോ സീരിയലില് പെണ്ണിനെ എന്തിനാ അങ്ങനെ ഡാൻസ് എന്ന് പറയുമ്പോ ഡാൻസ് നന്നാവണം, അല്ലാതെ സീരിയലിലാണെന്ന് മറ്റേ മേക്കപ്പ് കഴിയുമ്പോ ആർക്കെങ്കിലും മനസ്സിലാവോ? ഞാനുടനെ ഇവളുടെ കാര്യം പറഞ്ഞു. അപ്പൊ കുറെ പേർക്കൊന്നും കുഴപ്പമില്ല, 1-2 പേര് എതിർത്തു തന്നു. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, അവള് നന്നായിട്ട് ഡാൻസ് കളിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു വിധത്തിൽ എല്ലാവരും സമ്മതിപ്പിച്ചിട്ടുണ്ട്. 24-ാം തീയതി. ഓ ചേച്ചിയോട് സീരിയൽ നടിമാരെ 24-ാം തീയതി മന്ത്രിയുടെ മുമ്പിൽ ഡാൻസ് കളിക്കുന്നത് ആരാ? സത്യം. നിനക്കന്ന് വേറെ ക്ലാസ് ഒന്നും ഇല്ലല്ലോ. ക്ലാസ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റത്തില്ലേ? ഇത് നല്ല കളി. ഇത്രയും നല്ലൊരു ഫംഗ്ഷനിൽ ഡാൻസ് കളിക്കാൻ പറ്റുന്ന ഭാഗ്യമല്ലേ? പഞ്ചായത്തിൽ ഇത്രയും വലിയൊരു ഫംഗ്ഷനിൽ നീയാണ് പെർഫോം ചെയ്യാൻ പോണത്. എന്റെ പൊന്നെ, താങ്ക് യു. ഇതും കൂടി കഴിയുമ്പോഴത്തേനും കുറെ പിള്ളേരും കൂടിയൊക്കെ വരും ഡാൻസ് പഠിക്കാൻ. പിള്ളേരും ഒന്നില്ലല്ലോ, എനിക്കൊന്ന് കളിക്കാലോ അല്ലേ? നല്ലൊരു വേദിയല്ലേ? അമർത്തി ഇപ്പുറത്ത് സ്പീഡ്. നമസ്കാരം. ധൃതിയിലാണോ കുട്ടികളായിട്ട് ഡാൻസ് പഠിപ്പിച്ചോണ്ടിരിക്ക? അതെ, ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. എന്തുറ്റി? സാറേ കയറി. ഇത് മനോജ് സാറ് ദുബൈയിലുള്ള. തിരക്കാണോ? ഇല്ല, കുഴപ്പമില്ല. നമുക്കൊന്ന് ഒന്ന് ഇരുന്ന് സംസാരിക്കാം. ലില്ലി വിദേശത്തൊക്കെ പോയിട്ടുണ്ടോ പരിപാടിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്? ഇല്ല, പോയിട്ടില്ല. പോണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പോയിട്ടില്ല. എന്നാ നമുക്ക് ആഗ്രഹം ഒന്ന് സബലീകരിച്ചാലോ? എവിടെയാണ്? ദുബൈയിൽ ഒരു പരിപാടിക്ക് പോയാലോന്ന്. ദുബായിലാ? ദുബൈ ദൈറയിലെ ഒരു പരിപാടി. ഇത് മനോജ്, ഇദ്ദേഹം തിരുവനന്തപുരം മലയാളി അസോസിയേഷന്റെ പ്രസിഡന്റാണ്. അപ്പോ ദുബൈ ദൈറയിൽ വലിയൊരു പരിപാടി ഇവര് സംഘടിപ്പിക്കുന്നുണ്ട്. അതിൽ കുറേയേറെ കലാകാരന്മാരെയും കലാകാരികളെയും ആദരിക്കുന്ന ചടങ്ങും ഇവരുടെ കുറെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ഡാൻസ് കളിക്കുന്ന ഒരാളെ വേണം എന്നിങ്ങനെ പറഞ്ഞപ്പോ ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിൽ നല്ല നർത്തകിമാരുണ്ടോ എന്ന് എന്നോട് ഇവര് ചോദിച്ചു. എനിക്ക് ഒറ്റ ഉത്തരവല്ലേ ഉള്ളൂ, ലില്ലി. കുഴപ്പമില്ല അല്ലേ? അപ്പൊ പരിപാടി 24-ാം തീയതിയാണ് ദുബൈയിൽ. ഏത് 24? ഈ മാസം 24. അപ്പൊ നമ്മൾ 22-ാം തീയതി പോകുന്നു, 23-ാം തീയതി പ്രാക്ടീസ്, 24-ാം തീയതി പരിപാടി കഴിഞ്ഞ് വേണമെങ്കിൽ പോരാം, അല്ലെങ്കിൽ 25-ാം തീയതി നിന്ന് ബുർജ് ഖലീഫയും ആ കടപ്പുറമൊക്കെ ഒന്ന് കണ്ട് അടിച്ചു പൊളിച്ച് ഇങ്ങ് പോരാ. ഈ മാസം 24. കുഴപ്പമുണ്ടോ? ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഇല്ല, കുഴപ്പമില്ല. അല്ല, കുഴപ്പമുണ്ടെങ്കിൽ സാറിനെ വിളിച്ചു. അത് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞായിട്ടും കേട്ടോളും, കുഴപ്പമൊന്നുമില്ല. വേണമെങ്കിൽ സാറിനോട് ഞാൻ സംസാരിക്കാം. ഇല്ല, ഏട്ടന് ഇഷ്ടമാണ് ഞാനിങ്ങനെ പ്രോഗ്രാമിനൊക്കെ പോകുന്നത്. ആണോ? ആയിക്കോട്ടെ. അപ്പം നമ്മള് അടിച്ചു പൊളിച്ചു പോന്നു. ഈ പറഞ്ഞ പോലെ എന്നെയും ക്ഷണിച്ചിട്ടുണ്ട് ആദരിക്കാനേ. തീർച്ചയായും. അപ്പൊ ഞാനും ഉണ്ട്. പിന്നെ ലില്ലിക്ക് പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, മറ്റേ വിസയുടെ കാര്യത്തിനൊക്കെ ആവശ്യം എടുത്ത് വെച്ചിട്ടുണ്ട്. എളുപ്പമായി. ആ കാര്യങ്ങളൊക്കെ ഒന്ന് വാങ്ങിയിട്ട് കൃത്യമായിട്ട് മെസ്സേജ് അത് ഞാൻ മേടിച്ച് ഫോണിൽ ഇട്ട് തരാം. ഓക്കെ, ഇട്ട് തന്നോളാം. അപ്പൊ 22-ാം തീയതി പോകുന്നു, 24-ാം തീയതി ദുബൈയിലെ ദൈറയിൽ പരിപാടി. ഓക്കെ, അപ്പൊ ദുബായിൽ വെച്ച് കാണാം. ആയിക്കോട്ടെ. ഞാൻ ആ പരിപാടി പിടിച്ചതെന്ന് സാറിന് പ്രത്യേകം പറയണം. എന്നാ നീ പോകുന്ന? അപ്പൊ 22 ദിവസം പോണോ? പോകുന്ന വെച്ചാ പിന്നെ 22-ാം തീയതി എടുക്കാന്ന് പറഞ്ഞു ടിക്കറ്റ്.
22-ന് എടുത്താൽ 23-ാം തീയതി 22-ന് അവിടെ എത്തുമല്ലോ. പിന്നെ 23-ാം തീയതി രാവിലെ റിഹേഴ്സലും കാര്യങ്ങളും കഴിഞ്ഞിട്ട് 24-നാണ് പ്രോഗ്രാം. 24-നാണല്ലോ പ്രോഗ്രാം. 24-ന് പ്രോഗ്രാം കഴിഞ്ഞിട്ട് 25-ാം തീയതി തിരിച്ചപ്പോൾ വേണമെങ്കിൽ എന്നോട് പറഞ്ഞ് തമിഴ്ചേട്ടൻ പറഞ്ഞ് ഒരു ദിവസം അവിടെ നിന്ന് മറ്റേ ബുർജ് ഖലീഫയൊക്കെ കാണാന്ന് പറഞ്ഞ്. അല്ല 24-ാം തീയതി 22 അല്ല 24-ാം തീയതി തങ്കത്തിന്റെ പ്രോഗ്രാം ഉള്ളത്. അത് 24-ാം തീയതിയാണ്. അപ്പൊ എന്ത് ചെയ്യാ? അത് ഏട്ടൻ പറയണം. അതല്ലേ ആദ്യം വന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് ആലോചിച്ചിട്ട് പറയണ്ടായിരുന്നു. അത് ആദ്യമൊക്കെ വന്നു, പക്ഷെ അത് ഇവിടെ അല്ലേ ഏട്ടാ. തമ്പിച്ചേട്ടൻ പറഞ്ഞ പരിപാടി അങ്ങ് ദുബായിലല്ലേ ഏട്ടാ. ഇനി എനിക്ക് ഇങ്ങനത്തെ ഒരു ചാൻസ് കിട്ടുമോ? ഈ ഡേറ്റ് ആദ്യം കേട്ടപ്പോൾ ഞാനും ഞെട്ടിപ്പോയായിരുന്നു. ഞാൻ തമ്പിച്ചേട്ടൻ്റെ അടുത്തൊന്നും പറയാൻ നിന്നില്ല. നീ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അവർ വേറെ ആളെ നോക്കിയാലോന്ന് വിചാരിച്ചിട്ട്. എനിക്കിനി അവിടെയൊക്കെ പോകാൻ പറ്റുമോ ഏട്ടാ? ചേച്ചിക്കാണെങ്കിൽ വേറെ ആരെങ്കിലും കിട്ടുമല്ലോ. ഇവരുടെ ഇവിടെ ഒരു ചെറിയൊരു പരിപാടിയല്ലേ. ഏട്ടനൊന്ന് പറഞ്ഞാൽ മതി. ഏട്ടൻ പറഞ്ഞ ചേച്ചി കേൾക്കും. അല്ല, ചേച്ചിക്ക് മനസ്സിലാവും, കാരണം ഇത്രയും വലിയൊരു ചാൻസ് അല്ലേ. പറയോ? അല്ലേട്ടാ ഇപ്പൊ പറയണ്ട, ടെൻഷൻ അടിക്കണ്ട. നാളെ അതിന്റെ ഏക്കം പോലെ പറഞ്ഞാ മതി. ഇപ്പിന്നെ പോയി പറയണ്ട. നീ എന്തുവാണ് ഈ പറയുന്നത് കനക? എല്ലാത്തിനും ന്യായം മാത്രം നോക്കി ചെയ്യണ നീയാണല്ലോ. ഇത് ന്യായമാണോ ഈ പറഞ്ഞ കാര്യം? മര്യാദയാണോ? വായിക്കാത്ത ഉണ്ട കയറിയിരിക്കണോ നിനക്ക്? മര്യാദക്ക് പറയാൻ പാടില്ല, തെറ്റാന്ന്. അവളെങ്ങ് വിളിച്ചേ? അവളെങ്ങ് വിളിച്ചേ നീ? ലില്ലി, എന്താടി എന്ത് ഏറ്റ പരിപാടിക്ക് ഞാൻ അവർക്ക് ഒരു ഇത് ചെയ്ത് ഉപകാരം ചെയ്തു കൊടുത്തതാ. എല്ലാം അവിടെ എല്ലാം റെഡിയാക്കി അവരോടെല്ലാം കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോ ഇപ്പൊ അവർക്ക് ഗൾഫിലോട്ട് പോണോന്ന് ആ ഡേറ്റിന്. ക്ലീറ്റോ ചേട്ടാ, 24-ാം തീയതി ചേച്ചി എന്നോട് ഒരു പരിപാടി പറഞ്ഞു, ഡാൻസ് പ്രോഗ്രാം. അപ്പൊ അത് ഞാൻ ഏറ്റതാണ്. അപ്പോഴാണ് പിന്നെ തമ്പിച്ചേട്ടൻ വന്നിട്ട് പറഞ്ഞ് 24-ാം തീയതി ദുബായിൽ ഒരു പ്രോഗ്രാം. അത് ഈ നമ്മുടെ തിരുവനന്തപുരത്തുള്ള അസോസിയേഷന്റെ പ്രോഗ്രാം. അല്ല, അത് 24 ഒരേ ഡേറ്റാ. അപ്പൊ 22-ന് പോണം, 23-ന് റിഹേഴ്സൽ, 24-ന് പ്രോഗ്രാം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ 25 അവിടെ നിന്ന് കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ. അപ്പൊ അത് വേണ്ട ഏട്ടനൊക്കെ ഇപ്പൊ എനിക്ക് പറ്റത്തില്ല. നിങ്ങൾ 22-ാം തീയതിയോ 23-ാം തീയതിയോ 28-ാം തീയതി അവിടെ സ്ഥലം കാണോ, എന്ത് വേണമെങ്കിലും ചെയ്തോ ലില്ലി. 24-ാം തീയതി പഞ്ചായത്തിന്റെ പരിപാടിക്ക് വന്നേ പറ്റുള്ളൂ. ഒരു ന്യായം പറയണ്ട, വേണ്ട ഒരു കാര്യം പറയണ്ട. ഇതിപ്പോ നമ്മളെ പഞ്ചായത്തിന്റെ പരിപാടിയാണ്, ഇതങ്ങ് ദൂരെ നടക്കുന്ന പരിപാടി. ഒരു 2 ദിവസം കൂടെ മാറ്റി. ഈ തമ്പിയണ്ണനൊക്കെ ഇവിടെ താമസിക്കാൻ വന്നില്ലായിരുന്നെങ്കിൽ ഈ പറഞ്ഞ പരിപാടി ഒന്നും കാണൂലായിരുന്നല്ലോ. ചേച്ചി ഒരാൾ ഒരു അങ്ങനെയൊക്കെയല്ലേ ചേച്ചി നിമിത്തം വരുന്നത്. എടി നിമിത്തമൊക്കെ ആയിരിക്കും, ഇനിയും അതൊക്കെ സംഭവിക്കും. നിനക്ക് കഴിവൊക്കെ എനിക്ക് അങ്ങനെ ഇത്രയും നാളായിട്ട് എനിക്ക് അങ്ങനെ സംഭവിച്ചിട്ടില്ല. പ്രവാസികൾക്ക് ഇവരുടെ ഒരു ഡാൻസ് കാണാൻ ഒരു ഭാഗ്യം ഉണ്ടാവണതല്ലേ നമ്മളെ നാട്ടിലുള്ളവർ. പിന്നെ ഈ നാട്ടുകാരോട് ഞാൻ എന്ത് സമാധാനം പറയില്ല. അടുത്ത പരിപാടിക്ക് ഞാൻ വേണ്ട, അടുത്ത പരിപാടിക്ക് നീ വരണ്ട. നീ ഏതെങ്കിലും അമേരിക്കയിലോട്ട് എങ്ങോട്ടെങ്കിലും പോകും. എനിക്ക് 24-ാം തീയതി നീ അവിടെ വന്നേ. ഞാൻ പറയട്ടെ, ഇവിടുത്തെ പരിപാടി 1-2 ദിവസം കൂടെ മാറ്റി പോയി. എങ്ങനെ മാറ്റി വെക്കാൻ? എന്താ പഞ്ചായത്തിന്റെ പരിപാടിക്ക് ഒരു വിലയില്ലേ? നിങ്ങൾക്ക് മറ്റേ ഗൾഫിൽ പോണതിന് മാത്രമാണ് വലിയ കാര്യം. ദുബായിലൊക്കെ പോവാന്ന് പറഞ്ഞൊരു ഭാഗ്യമല്ലേ ചേച്ചി? സന്തോഷിക്കുമെന്നാ ഞാൻ കരുതിയത്. എനിക്ക് സന്തോഷത്തിനൊന്നും കുഴപ്പമില്ല, പക്ഷെ ഈ പറഞ്ഞു പറ്റിക്കണ പരിപാടി നടക്കൂല. തങ്കം മെമ്പർ ആയിരിക്കണത്തോളം കാലം ഞാൻ പറഞ്ഞ വാക്കിന് ഇവിടെ വേറെ ആരെങ്കിലും കിട്ടൂലേ നിങ്ങൾക്ക്? വേറെ ആരെങ്കിലും കിട്ടുമെന്ന് നിനക്ക് അന്നേരം പറയാം. അപ്പൊ ഒന്നും ഇല്ലാത്ത സമയത്ത് നിനക്ക് പരിപാടി വേണം അല്ലേ? ഈ പഞ്ചായത്ത് പറയട്ടെ, സമാധാനമായിട്ട് പറയട്ടാ. എന്ത് പറയാൻ? അവർ ഒരു അക്ഷരം പറയൂല. അതായത് ഒരു പരിപാടി ഇല്ലാത്തപ്പോ നിനക്ക് അന്നേരമേ പറയണായിരുന്നു. എനിക്ക് സൗകര്യമില്ല പഞ്ചായത്തിന്റെ പരിപാടി. നീ വാ, സമാധാനം നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. നീ വന്നേ പറയട്ടെ. 24-ാം തീയതി വന്ന ദിവസം ഉണ്ടെങ്കിൽ എന്റെ സ്വഭാവം നിങ്ങൾക്ക് എന്താ വിളിച്ചോ പറയട്ടെടി. ഏട്ടൻ എന്തുവായിട്ടും മിണ്ടാ നിന്നത്? എനിക്ക് ഇത്ര നല്ലൊരു ചാൻസ് കിട്ടിയിട്ട് നിങ്ങൾക്ക് ആർക്കും എനിക്ക് എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോകാൻ പറ്റത്തുമില്ല.
എന്റെ പെങ്ങളൊക്കെ ആണേലും കാര്യം അവള് കാണിച്ചത് ഒട്ടും ശരിയായില്ല. ശരിയല്ലല്ലോ. അല്ല. അത് നല്ല ബോധ്യമുണ്ടല്ലോ. ഉണ്ട്. പിന്നെ എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയേക്കുന്നത്? അല്ല ഞാനേ നീ ഒന്ന് സമാധാനിക്കതങ്കം. എനിക്ക് ഒരു സമാധാനിക്കാനും പറ്റൂല. അല്ല. അങ്ങനെയുള്ള വൃത്തിയുടെ ഈ പറയുന്നത് ആണ് അവള് കാണിച്ചത് അങ്ങനെ തന്നെയാണ്. അത് എന്നാ പിന്നെ മോശമാണ്. കൂടുതൽ വർത്താനം അതിനകത്ത് പറയണ്ട ക്ലീറ്റോ. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, നിന്റെ സഹോദരൻ പോലീസുകാരൻ സർക്കാരിൽ നിന്ന് നിസാര നക്കാപ്പിച്ച് ശമ്പളം കിട്ടി അങ്ങനെ ജീവിക്കണം ഒരാൾ, ഏതെങ്കിലും ഒരു കാലത്ത് അവന് ഇവിടെ ഒന്ന് ദുബായിൽ കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റില്ല. ഒന്ന് ആലോചിച്ച് നോക്ക് നീ. അപ്പോൾ ദുബായിൽ എന്ന് പറഞ്ഞാൽ കളിച്ച കളിയാ. ആ രാജ്യത്തൊക്കെ പോകണമെങ്കിൽ എന്ന് പറഞ്ഞാൽ രൂപ എത്ര വേണമെന്നറിയോ? അപ്പം ഇങ്ങനൊരു അവസരം നമുക്ക് വന്ന സ്ഥിതിക്ക് പാവം ഒന്ന് പൊക്കോട്ടെ. ഇതെന്താണെന്നറിയാമോ, നമ്മള് ഒരു സ്ഥലത്ത് ജോലിക്ക് പോകുന്നു, കൂടുതൽ പൈസ തരാന്ന് പറയുമ്പോഴത്തേന് വേറൊരു സ്ഥലത്തേക്ക് ചാടൂല്ലേ? അതിന് പറയുന്ന പേരെന്താന്ന് അത് പറയാൻ എനിക്ക് ഇവിടെ പറ്റില്ല, അതുകൊണ്ട് ഞാൻ പറയാത്തത്. പൈസ മോഹിച്ചല്ല അവള് പോണം. പൈസ സ്ഥലം കാണാനാ 4 ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുത്തു. ദുബായ് എന്തോ സ്ഥലം കാണാൻ. നീ ഒന്ന് ആലോചിക്ക്, നീ ഒരു മെമ്പറാണ്. നിനക്ക് ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ദുബായിലോ സൗദിയിലോ എവിടെയെങ്കിലും ഒക്കെ നിനക്കൊരു മീറ്റിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ടിപരമായ കാര്യങ്ങൾക്ക് പോകാൻ പറ്റും. പക്ഷേ അവളെ അവസ്ഥ നീ ആലോചിച്ച് നോക്ക്. എന്താ അവസ്ഥ? ഡാൻസ് ക്ലാസ്, വീട്, അല്ല വീട് ഡാൻസ് ക്ലാസ്, ഡാൻസ് ക്ലാസ് വീട്, വീട് ഡാൻസ് ക്ലാസ്, ഡാൻസ് ക്ലാസ് വീട്. കണ്ണങ്ങ് കിട്ടുമോ? അല്ലെന്നേ, ഇത് ഈ രണ്ടല്ലേ അവൾക്കുള്ളൂ. വേറെ പിന്നെ ആ മധുവിന്റെ കട, ആ ഫാൻസി, ഇത്രയൊക്കെയല്ലേ അവള് പോണുള്ളൂ. ഇത്രയൊക്കെ പോരെ ഒരു മനുഷ്യന്? അല്ല അങ്ങനല്ലല്ലോ. ഈ ദുബായ് പോലൊരു രാജ്യത്ത് പോയി മലയാളികളെ ഒന്ന് സന്തോഷിപ്പിച്ച ഒരു പ്രോഗ്രാം അവരെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റിയ, അല്ല അവരെയൊക്കെ ഇങ്ങ് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങോട്ട് കൊണ്ടുപോകാന്ന് ഒരാൾ പറയും. നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല ക്ലീറ്റോ. അതെന്താന്നറിയാം, നിങ്ങൾ ജനിച്ച സ്ഥലത്തിന്റെ കുഴപ്പമാണ്. ആ രണ്ടും അതുപോലെ അല്ലേ? നോക്കി, ഞാൻ ഇനി ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ ഈ പറഞ്ഞ ഡേറ്റിൽ നിനക്ക് ഈ ലില്ലിയേക്കാളും പ്രഗത്ഭയായ, പറ, മഞ്ജു വാര്യർ വേണോ, ശോഭന വേണോ, ആശാ ശരത്ത് വേണോ, താരാ കല്യാൺ വേണോ, ഏത് ഡാൻസർ വേണം ഞാൻ കൊണ്ടുവരും. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് പോയി ഡാൻസ് കളിച്ചിട്ട് വാ. അതിന് വേണം, ഇനി ഞാൻ അതിനും തയ്യാറാണ്. ഞാൻ കളിക്കാം, വേണമെങ്കിൽ അതും ചെയ്യാം. ഇത് എന്ത് കൃതി നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങള് ഒന്നും മനസ്സിലാക്കുക. ഞാൻ വേറെ ഐഡിയ പറയട്ടെ തങ്കം, നിനക്കും കുറച്ച് ഡാൻസ് ഒക്കെ അറിയല്ല. ഇനി അവളെ അഭാവത്തിൽ നിനക്ക് അവിടെ ഒരു പെർഫോമൻസ് ചെയ്തൂടെ? മെമ്പർ തങ്കത്തിന്റെ നൃത്യങ്ങൾ നല്ലതല്ലേ? ഞാനൊരു ക്യാബറയും കൂടി കളിക്കാം. അതെ, ഒരവസരമല്ലേ അവൾക്ക്. ഇനി വേറൊരു കാര്യം ഞാൻ പറയാം. എങ്ങാനും അവളിനി ഇതിന് പോണില്ല, ദുബായിൽ പോവാതെ ഇവിടെ നിന്ന് നിന്റെ പരിപാടിക്ക് വന്നു കഴിഞ്ഞാൽ അവളുടെ ഉള്ളിൽ ഈ ഒരു വിഷമം ഇങ്ങനെ കിടന്ന് തിളച്ച് നിന്നെ പ്രാകും. തങ്കം ചേച്ചി കാരണമാണ് എനിക്ക് ദുബായി പോകാൻ പറ്റാത്തത്, തങ്കം ചേച്ചി കാരണമാണ് എനിക്ക് ദുബായി പറ്റാത്തത്, ഞാൻ എന്ന് ദുബായി കാണും. ഇങ്ങനൊരു ശാപം അവളെ ഉള്ളിൽ കിടന്ന് എന്നെ ശപിച്ചുകൊണ്ടിരിക്കും. അവൾ പുറമേ കാണിക്കില്ലെങ്കിലും പക്ഷെ അവളെ ഉള്ളിൽ കിടന്നിട്ട് ഇങ്ങനെ കിടന്ന് കളിക്കും. വെറുതെ എന്തിനാണ് നമ്മൾ ആരെങ്കിലുമൊക്കെ ശാപം ഏറ്റുവാങ്ങണത്? അവൾ പോയിട്ട് വരട്ടെ. നീ ആലോചിക്കുക, എനിക്ക് വേണ്ടി. നല്ല തങ്കമല്ലേ? എത്ര പേരുടെ കാല് പിടിച്ചതെന്നറിയോ ഞാൻ? അവരുടെയൊക്കെ കാല് വേണമെങ്കിൽ ഞാൻ പോയി പിടിക്കാം. ഇല്ലില്ല, ഇതൊക്കെ നമ്മള് അതൊക്കെ ഒന്നിലും അങ്ങോട്ട് പറഞ്ഞാൽ മനസ്സിലാവണം. അതല്ലെന്നേ, അത് കേൾക്കാനുള്ളൊരു സാവകാശം കാണിക്കണ്ടേ നമ്മള്, അല്ല പിന്നെ അങ്ങനെ ശരിയാവും. നീ സംസാരിച്ചു നോക്ക്. ഞാൻ വിളിക്കാം. അവളെന്തി നിന്നെ വഴക്കുണ്ടാക്കാനാ? വഴക്കുണ്ടാക്കാനൊന്നുമല്ല, പിന്നെ എനിക്ക് അവളോടൊന്ന് സംസാരിക്കണം. ഞാൻ കൂടെ വരാം. വേണ്ട, ഞാൻ സംസാരിക്കേണ്ടത് നീ വന്നെ എന്തിനാ? എവിടെയാ അവള്? അകത്തോടെല്ലാം കാണും. വരണ്ട. ഞാൻ വേണേ വരാം. വേണ്ട. സോറി, എന്റെ ഭാഗത്ത് തെറ്റ്. ചേച്ചിയല്ലല്ലോ തെറ്റ് ചെയ്തത്. അതെ, നമ്മളിങ്ങനെ സാധാരണക്കാരല്ലേ, നമുക്കൊക്കെ അങ്ങനെ പുറത്തോട്ടൊക്കെ ദുബായിക്കൊക്കെ പോകാൻ പറ്റുമോ? അപ്പം അങ്ങനെ ഒരു അവസരം വരുമ്പോൾ ഞാനല്ലേ നിന്നെ വിടേണ്ടത്? എന്നിട്ട് ഞാൻ ആ സമയത്ത് കിടന്ന് ബഹളം വെച്ചിട്ട് സോറി.
നീ പൊക്കോ. പൊക്കോ പൊക്കോ. അത് ഞാൻ പഞ്ചായത്തിൽ പറഞ്ഞോളാം. വേണ്ട ചേച്ചി. ഇല്ല, നീ പോണം. വേണ്ട, ഞാനത് ക്യാൻസലാക്കി. അയ്യോ, അത് ക്യാൻസലാക്കണ്ട. നീ പൊക്കോ. എന്നിട്ട് നീ അവിടെ പോയി സ്റ്റേജിൽ ഡാൻസ് ഒക്കെ കളിച്ച് മറ്റേ ഖലീഫയുടെ മുമ്പിൽ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ട്. ഖലീഫയാ? ബുർജ് ഖലീഫയുടെ? അതൊന്നും വേണ്ട. പോയേച്ചി അവിടുന്ന്. ഞാൻ അവരോട് വിളിച്ചു പറഞ്ഞു എനിക്ക് ആ ഡേറ്റിൽ വരാൻ പറ്റത്തില്ല, ഞാനിവിടെ വേറൊരു പ്രോഗ്രാം എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഓർക്കാതെയാണ് പറഞ്ഞത്. ഇനി എപ്പോഴെങ്കിലും പറ്റുമെങ്കിലും വരാമെന്ന് പറഞ്ഞു. ഈ ഡേറ്റ് നിങ്ങൾ മാറ്റുവാണെങ്കിൽ ഞാൻ വരാം, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് സാരമില്ല, എനിക്ക് ചേച്ചിയുടെ സന്തോഷം വരുന്നത്. ചേച്ചി അവിടെ ഏറ്റിട്ട് പോന്നിട്ട് പിന്നെ ഞാനത് വേറെ എവിടെങ്കിലും പോകുന്നത് ചേച്ചിക്ക് വിളിക്കുന്ന പൊക്കോ. എനിക്കല്ലെങ്കിൽ കുറ്റബോധം കൊണ്ട് കിടക്കാൻ പറ്റും. സാരമില്ല, എനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇനി എപ്പോഴെങ്കിലും വരും, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ ബുർജ് ഖലീഫയുടെ ഫ്രണ്ട് ഫോട്ടോ എടുത്തോളാം. സാരമില്ല, എനിക്ക് സന്തോഷമുള്ളൂ, എനിക്ക് സങ്കടമൊന്നുമില്ല. അതല്ല, വേറൊരു കുഴപ്പമുണ്ട്. മന്ത്രിക്കേ 24-ാം തീയതി വരാൻ പറ്റാത്തോണ്ടേ ആ പരിപാടി മാറ്റിവെച്ചു. മാറ്റിവെച്ചാ? നിനക്ക് നല്ല ഭാഗ്യമുണ്ട്. 1-ാം തീയതിയിലോട്ടാ മാറ്റിയേക്കണേ. അപ്പൊ രണ്ടിനും കുഴപ്പമില്ലല്ലോ. ഏത് 1-ാം തീയതി? അടുത്ത മാസം. അടുത്ത മാസം 1-ാം തീയതിയാ? അത് പറ്റൂല ചേച്ചി. ആന്ത പറ്റാത്ത? അപ്പത്തേക്കും നീ വരൂലേ? അല്ല, ദുബായിലെ പ്രോഗ്രാം 24-ാം തീയതി ആയിരുന്നല്ലോ വെച്ചിരുന്നത്. പൊക്കോ. അപ്പൊ അവർക്ക് അവിടെ എന്തോ ഒരു അസൗകര്യം വന്നിട്ട് ഡേറ്റ് മാറ്റി. അത് അടുത്ത മാസം 1-ാം തീയതിയാണ് വെച്ചേക്കുന്നത്. അപ്പൊ ഞാൻ 31-ാം തീയതി ഇവിടുന്ന് പോകും.